ഹായ് ഓൾ, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ നിങ്ങളുടെ ബയോളജിയിലെ ചാപ്റ്റർ 25 ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ 27 എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു, പൊല്യൂഷൻ എന്ന് പറയുന്ന പാഠം. അതിന്റെ പാർട്ട് 1 പാർട്ട് 2 ഇട്ട് അപ്ലോഡ് ചെയ്ത് എല്ലാവരും കണ്ടു പഠിച്ചു എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് 25ാമത്തെ പാഠമാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കുറെ ചാപ്റ്റേഴ്സ് ഉണ്ട്, അതിന് ഇടയ്ക്കുന്ന് ഓരോ ചാപ്റ്റേഴ്സ് കവർ ചെയ്താണ് പോകുന്നത്. എടുക്കുന്ന ചാപ്റ്റർ 2 പാർട്ടായിട്ട് ക്ലിയർ ആയത് അതിന്റെ ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ തന്നു തന്നെയാണ് ചാപ്റ്റേഴ്സ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് 25 പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കോളജി അല്ലെ. പ്രിൻസിപ്പിൾസ് ഓഫ് എക്കോളജി എന്ന് പറഞ്ഞ പാഠത്തിന്റെ പാർട്ട് 1 ആയിരിക്കും ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത്. പാർട്ട് 2 ആയിട്ട് അടുത്ത വരും ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തും. അതുപോലെ 5 ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ബയോളജി പഠിക്കുന്ന NIOSലെ കുട്ടികളായാലും നോർമൽ പഠിക്കുന്ന കുട്ടികളായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ തന്നെയാണ്. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസർ ഇതിനുള്ളിൽ നിന്ന് നമ്മളോട് ചോദിക്കും. അതൊരു PSC ക്വസ്റ്റ്യൻ ആൻസർ പോലും ഇതിനുള്ളിൽ നിന്ന് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ പരീക്ഷയിൽ നിങ്ങൾ ഒരുപാട് വാരി വലിച്ച് എഴുതാൻ നിൽക്കാതെ ഈ ക്വസ്റ്റ്യൻ ആൻസർ തരുന്ന മെത്തേഡിൽ തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇനി കഥ പറയാൻ നിൽക്കുന്നില്ല, ചാപ്റ്ററിലോട്ട് കടക്കാം. ചാപ്റ്റർ 25 പ്രിൻസിപ്പിൾസ് ഓഫ് എക്കോളജി. എക്കോളജി എന്ന് പറയുമ്പോൾ പരിസ്ഥിതിയാണ് അല്ലെ. നമ്മുടെ പരിസ്ഥിതിയുടെ ആ ഒരു തത്വങ്ങൾ എന്നാണ് നമ്മൾ ഇതിൽ എന്ത് ചെയ്യുന്നത് പറയുന്നത് അല്ലെ. നമുക്ക് നോക്കാം. ഈ ഒരു ചാപ്റ്ററിലും 5 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് യു മീൻ ബൈ എൻവറോൺമെന്റ്, എന്താണ് എൻവറോൺമെന്റ്, പിന്നെ എന്താണ് എക്കോളജി, അതുപോലെ തന്നെയാണ് എന്താണ് അതിന്റെ സ്ട്രക്ചേഴ്സും കാര്യങ്ങളും, പിന്നെ അഡാപ്ഷൻ എന്താണ്, പോപ്പുലേഷൻ എന്താണ്, അതുപോലെ എന്താണ് പോപ്പുലേഷൻ ഗ്രോത്ത്, എക്കോസിസ്റ്റം. ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. കുറച്ചുകൂടെ പഠിക്കാൻ പറ്റുവാണെങ്കിൽ ബാക്കി ക്വസ്റ്റ്യൻ ആൻസർ കൂടെ നമ്മൾ ഈ വീഡിയോ ലെങ്ത് കൂടുകയാണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യും. വീഡിയോ ലെങ്ത് കുറവാണെങ്കിൽ നമ്മൾ അടുത്ത കുറച്ച് പോർഷൻസ് കൂടെ ഇന്ന് കവർ ചെയ്ത് പോകും. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എൻവറോൺമെന്റ് ആൻഡ് എക്കോളജി ആൻഡ് ബയോസ്ഫിയർ എന്ന് പറയുന്ന ഒരു ഹെഡിങ് കണ്ടല്ലോ, 25.1. അതില് എന്താണ് എൻവറോൺമെന്റ്, എന്താണ് എൻവറോൺമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ടേം എൻവറോൺമെന്റ് ഡിനോട്ട്സ് ആർ ദ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോട്ടിക് കണ്ടീഷൻസ് സറൗണ്ടിങ് ആൻഡ് ഇൻഫ്ലുവൻസിങ് ലിവിംഗ് ഓർഗാനിസം. ഫേവറബിൾ എൻവറോൺമെന്റൽ കണ്ടീഷൻ ആർ റിക്വയർഡ് ടു സസ്റ്റെയിൻ ലൈഫ് ഓഫ് എർത്ത്. എന്താണെന്ന് നോക്കിക്കേ, ദ ടേം എൻവറോൺമെന്റ്. ഈ ടേം എന്ന് ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ ആകാം അല്ലെ, ഫിസിക്കൽ ഭൗതികപരമായും, കെമിക്കൽ രാസപരമായും, ബയോട്ടിക് ജൈവപരമായിട്ടുള്ള കണ്ടീഷൻസ്, അതായത് നമ്മുടെ ലിവിങ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ് ചുറ്റുപാടിനെയാണ്. ഫേവറബിൾ എൻവറോൺമെന്റൽ കണ്ടീഷനെയാണ്. നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു പരിസ്ഥിതി, ഒരു എർത്ത് ഒക്കെ നമുക്ക് വേണം. ആ സറൗണ്ടിങ്ങിനെയാണ് എന്ത് വിളിക്കുന്നത്, എൻവറോൺമെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാം ജീവിക്കുന്ന ചുറ്റുപാടിനെയാണ് എന്ത് വിളിക്കുന്നത്, എൻവറോൺമെന്റ് എന്ന് വിളിക്കുന്നത്. അത് എന്തൊക്കെയാകാം, ഫിസിക്കൽ ആകാം, കെമിക്കൽ ആകാം, അല്ല എങ്കിൽ നമുക്ക് എന്തുവാം, ബയോട്ടിക്കും ആവാം അല്ലെ. ഇത് മൂന്നും കൂടെ ചേർന്നിട്ടുള്ളതിനെയാണ് എന്ത് വിളിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ലൈഫിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് അല്ലെ. ചുറ്റും നമ്മൾ ജീവിക്കുന്നത് എവിടെയാണോ ആ പരിസ്ഥിതിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എൻവറോൺമെന്റ് എന്ന് വിളിക്കുന്നത് അല്ലെ. ചുറ്റുപാടും ജീവിക്കുന്ന സറൗണ്ടിങ്സിനെ എന്ത് വിളിക്കുന്നു, എൻവറോൺമെന്റ് എന്ന് വിളിക്കും. 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം, ദ ടേം എൻവറോൺമെന്റ് ഡിനോട്ട്സ് ഓൾ ദ ഫിസിക്കൽ ആൻഡ് മെന്റൽ ബയോട്ടിക് കണ്ടീഷൻസ് സറൗണ്ടിങ് ആൻഡ് ഇൻഫ്ലുവൻസിങ് ലിവിംഗ് ഓർഗാനിസം. ഒരുപാട് ജീവജാലങ്ങൾ ജീവിക്കുന്നുണ്ട് അല്ലെ, ലിവിംഗ് ആണ് അല്ലെ. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, നമ്മുടെ എൻവറോൺമെന്റ് എന്ന് പറയുന്നത്. അതില് ബയോട്ടിക് ഓർഗാനിസം കാണും, അബയോട്ടിക് കാണും. അതായത് ജീവൻ ഉള്ളതും ഉണ്ട്, ജീവൻ ഇല്ലാത്തതും ഉണ്ട്. നമുക്ക് അടുത്തത് നോക്കാം. ദ എൻവറോൺമെന്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2 ടൈപ്സ്. 2 ആയിട്ട് തിരിക്കുന്നുണ്ട് അല്ലെ, 2 കമ്പോണൻസ് ആയിട്ട് തിരിക്കുന്നുണ്ട്. നോൺ ലിവിങ് ആൻഡ് ലിവിങ്. ജീവൻ ഉള്ളതും ഉണ്ട്, ജീവൻ ഇല്ലാത്തതും ഉണ്ട്. ശ്രദ്ധിച്ചിരിക്കുക, ജീവനുള്ള എന്താണ് നമ്മുടെ ജീവജാലങ്ങൾ അല്ലെ. ജീവനുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, മനുഷ്യൻ വരാം, മൃഗങ്ങൾ വരാം, അനിമൽസ് വരാം, ഇതൊക്കെ നമ്മുടെ പ്ലാന്റ്സ് വരാം. പക്ഷെ ജീവൻ ഇല്ലാത്തത് കല്ല്, മണ്ണ് അല്ലെ, പാറ, ഇതൊക്കെ എന്താണ്, ജീവൻ ഇല്ലാത്തത്. അത് എന്തൊക്കെയാണ് നമുക്ക് ഇനി പഠിക്കാം. അപ്പൊ നോൺ ലിവിങ് ഉണ്ട്, ലിവിങ് ഉണ്ട്. അബയോട്ടിക് ഓർ നോൺ ലിവിങ് കമ്പോണൻസ് ഇൻക്ലൂഡ്. അബയോട്ടിക് ആൻഡ് ഓർ നോൺ ലിവിങ്. അബയോട്ടിക്കിന്റെ അർത്ഥം എന്താണ്, നോൺ ലിവിങ് ആണ്, ജീവൻ ഇല്ലാത്തവ. അത് ഏതൊക്കെയാണ്, ദ ഫിസിക്കൽ, ക്ലൈമറ്റിക്, Adapic, natural, soil and chemical. For example, temperature, light, pressure, humidity, precipitation, wind, mineral elements or soil, composition of air. Some of these environmental factors are resources, air, soil and water, while others are regulatory factors, light, temperature and pressure. ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് മനസ്സിലാവും, നോൺ ലിവിംഗ് ഉണ്ട്, ലിവിംഗ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ജീവൻ ഉള്ളതുണ്ട്, ജീവൻ ഇല്ലാത്തതും ഉണ്ട്. അബയോട്ടിക്കിന്റെ അർത്ഥമാണ് നോൺ ലിവിംഗ് എന്ന് പറയുന്നത്. എന്താണ്, അതൊരു ഫിസിക്കൽ ആകാം, പിന്നെ എന്താണ് പറയുന്നത്,
ഫോർ എക്സാമ്പിൾ ടെമ്പറേച്ചർ ചൂട്, പിന്നെന്താണ് ലൈറ്റ് പ്രകാശം, പ്രഷർ എന്ന് പറയുമ്പോൾ എന്താണ് ആ ഒരു മർദ്ദം, ഹ്യൂമിഡിറ്റി ആർദ്രത, പ്രസിപ്പിറ്റേഷൻ വർഷണം, വിൻഡ് കാറ്റ്, മിനറൽ എലമെന്റ്സ് ധാതുക്കൾ അല്ലെ, ഇവയെല്ലാം എവിടെയാണുള്ളത്? നമ്മുടെ കോമ്പോസിഷൻ ഓഫ് എയറിലാണ്. ഇതെല്ലാം കോമ്പോസിഷൻ ഓഫ് എയർ, ഇതെല്ലാം എന്താണ് നമ്മുടെ അബയോട്ടിക് ആണ്. മനസ്സിലായോ? സം ഓഫ് ദീസ് എൻവിറോൺമെന്റ് ഫാക്ടേഴ്സ് റിസോഴ്സ്, ഏതൊക്കെയാണ് ആ റിസോഴ്സ് എന്ന് പറയുന്നത്? എയർ, സോയിൽ, വാട്ടർ, ഇതൊക്കെ എന്താണ് റിസോഴ്സ് ആണ്. ഇനി റെഗുലേറ്ററി ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ലൈറ്റ്, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. റെഗുലേറ്ററി എന്ന് പറയുന്നതാണ് റെഗുലർ ആയിട്ടുള്ള ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ടെമ്പറേച്ചർ, ലൈറ്റ്, പ്രഷർ. മനസ്സിലായി? ഇതാണ് അബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ ഉള്ളതും ജീവൻ ഇല്ലാത്തതുമായിട്ട് നമുക്ക് തിരിക്കാം. അതിലെന്താണ് ഫിസിക്കൽ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കെമിക്കൽ, ഫോർ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ് രാസപരമാവുക, ജൈവപരമാവുക എന്നൊക്കെ നമ്മൾ പഠിച്ചതുപോലെ ഇവിടെ പറഞ്ഞത് ഫോർ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ടെമ്പറേച്ചർ, ലൈറ്റ്, പ്രഷർ, ഹ്യൂമിഡിറ്റി, പ്രസിപ്പിറ്റേഷൻ, വിൻഡ്, മിനറൽ എലമെന്റ്സ് ഒക്കെ എന്താണ് അബയോട്ടിക്കിൽ വരുന്നതാണ്. ഇനി ബയോട്ടിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഓൾ ലിവിംഗ് ഓർഗാനിസം ഫൗണ്ട് ഇൻ എൻവറോൺമെന്റ് ഇൻക്ലൂഡിംഗ് പ്ലാന്റ് ആൻഡ് ആനിമൽസ് ആൻഡ് മൈക്രോ ഓർഗാനിസം. എല്ലാ ജീവജാലങ്ങളും, പ്ലാന്റ്സ് അല്ലെ, പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ സസ്യജാലങ്ങൾ, മനുഷ്യൻ, പിന്നെ നമ്മുടെ മൈക്രോ ഓർഗാനിസം, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത മൈക്രോ ഓർഗാനിസം, സൂക്ഷ്മാണുക്കൾ, ഇവയെല്ലാം എന്തിൽ വരുന്നതാണ്? ബയോട്ടിക് ഫാക്ടർ അല്ലെങ്കിൽ എന്താണ് ലിവിംഗ് ഓർഗാനിസിൽ വരുന്നതാണ്. സിമ്പിൾ ആയിട്ട് പഠിച്ചു, ജീവനുള്ളതും ജീവനില്ലാത്തതും. ഓക്കെ അല്ലേ? അടുത്ത ഇക്കോളജി. എന്താണ് ഇക്കോളജി എന്ന് പറയുന്നത്? ഇക്കോളജി ഇസ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ആൻഡ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഓർഗാനിസം ദെയർ എൻവറോൺമെന്റ്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇക്കോളജി അല്ലെങ്കിൽ പരിസ്ഥിതി എന്ന് വിളിക്കുന്നത്. ദ ഇക്കോളജി ഡിറൈവ്ഡ് ഫ്രം ഗ്രീക്ക് വേർഡ് oikology where oikos meaning household and logos meaning study of. ശ്രദ്ധിച്ചിരിക്കാം, oikology എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഇക്കോളജി എന്ന് പറയുന്ന പദം ഉണ്ടായത്. oikosന്റെ അർത്ഥം എന്താണ്? ഹൗസ് ഹോൾഡ്. ലോഗോസിന്റെ അർത്ഥം സ്റ്റഡി ഓഫ്. മനസ്സിലായോ? ഈ രണ്ട് വേർഡിൽ നിന്നാണ് നമ്മുടെ ഇക്കോളജി എന്ന് പറയുന്നത് വന്നത്. ഇനി ഓർഗാനിസം ഓഫ് ലൈഫ്. എങ്ങനെയാണ് ഓർഗാനിസം എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. Various levels of organism existing in the living system, starting from the molecules such as DNA to the whole biosphere. The level of organization are follows. നമുക്കറിയാം ഓരോ ഓർഗനൈസേഷനും ജീവിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. എങ്ങനെയാണ്? ജീൻസ് ആൻഡ് സെല്ല് എന്തായി മാറുന്നു? ഓർഗൻ ആയിട്ട് മാറുന്നു. ഓർഗാനിസം ആകുന്നു. സ്പീഷീസ്, പോപ്പുലേഷൻ, കമ്മ്യൂണിറ്റി, ഇക്കോസിസ്റ്റം, ബയോം, പിന്നെ ബയോസ്ഫിയർ. ഇങ്ങനെ ഒരു പ്രോസസ് ഉണ്ട്. ബയോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്? ഓരോ മോളിക്യൂൾസും അല്ലെ, ഫ്രം ദ മോളിക്യൂൾസ് സജസ്റ്റ് DNA ഫോർ ദ ഹോൾ ബയോസ്ഫിയർ ആണ്. ഓക്കെ, വേരിയസ് ലെവൽസ് ആൻഡ് ഓർഗനൈസേഷൻ എക്സിസ്റ്റ് ദ ലിവിംഗ് സിസ്റ്റം സ്റ്റാർട്ടിംഗ് ഫ്രം ദ മോളിക്യൂൾസ്. ഒരു മോളിക്യൂൾസ്, കണികകളിൽ നിന്നാണ് നമ്മൾ എന്തുണ്ടാകുന്നത്? നമ്മുടെ ജീവജാലങ്ങളെല്ലാം ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഇനി അവിടെ ശ്രദ്ധിച്ചിരിക്കുക, എല്ലാം നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് പോകാൻ സമയമില്ല, എന്നാലും നോക്കാം. ലെവൽസ് ഓഫ് ബയോട്ടിക് ഓർഗനൈസേഷൻ show direct impact of the environment. An organism self-reproducing system capable of growing, maintaining itself directly influence surrounding. നമുക്കറിയാം എല്ലാ ജീവജാലങ്ങളും നമ്മുടെ ചുറ്റുപാടുമാണ് ജീവിക്കുന്നത് അല്ലെ. A population is assembled similar organism belonging the same species living together at one place at a given time. A population always lives known as habitat. നമ്മൾ ജീവിക്കുന്ന ആ ശീലങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? ആ ചുറ്റുപാടിനെയാണ് എന്ത് വിളിക്കുന്നത്? ഹാബിറ്റേറ്റ് എന്ന് വിളിക്കുന്നത്. നമുക്കത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, അന്ന് നമുക്ക് വലുതായിട്ട് ചോദിക്കില്ല. ഇനി എന്താണ് നിച്ചെ ആൻഡ് ഓർഗാനിസം? എന്താണ് നോക്കിക്കേ. The natural many species occupy the same habitat but they perform different functions. The functional characteristics of the species, its habitat referred to as a niche. എന്താണ് niche? While habitat species like address niche can be through the professional. The term niche means some of the activity relationship to species by which it uses resources in its habitat for its survival and reproduction. എന്താണ്? ഒരു ജീവിവർഗത്തിന്റെ ആവാസ വ്യവസ്ഥയിൽ എന്താണ് പ്രവർത്തന സവിശേഷതകളാണ് അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻസിനെയാണ് എന്ന് വിളിക്കുന്നത്? നിശ്ചയ എന്ന് വിളിക്കുന്നത്. ഒരു ജീവിവർഗമുണ്ട് അല്ലെ, ഒരു ജീവിവർഗമുണ്ട്. ഒരു ജീവിവർഗത്തിന്റെ അതിന്റെ എന്താണ് നമ്മുടെ ജീവിക്കുന്ന ആ ഒരു സർവൈവൽ ചുറ്റുപാടും ഉണ്ടല്ലോ, ആവാസ വ്യവസ്ഥ എന്ന് പറയും. ആ ആവാസ വ്യവസ്ഥയാണ് എന്ത് വിളിക്കുന്നത്? ആ സം ടോട്ടലിനെയാണ് എന്ത് വിളിക്കുന്നത്? നിശ്ചയം എന്ന് വിളിക്കുന്നത്. ഒരു ജീവിവർഗത്തിന്റെ ആവാസ വ്യവസ്ഥയിലുണ്ട്. ടേം നിശ്ചയം മീൻസ് സം ഓഫ് ദ ആക്ടിവിറ്റീസ് ഓർ റിലേഷൻഷിപ്പ് ഓഫ് ദ സ്പീഷീസ്. ഒരു ജീവിവർഗത്തിന്റെ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന എന്താണ് ബന്ധത്തെയാണ് അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രവർത്തന സവിശേഷതകളെയാണ് എന്ത് വിളിക്കുന്നത്? നിശ്ചയം എന്ന് വിളിക്കുന്നത്. മനസ്സിലായത്? ഫംഗ്ഷണൽ ക്യാരക്ടറിസ്റ്റിക് സ്പീഷീസ് ഇസ് ഹാബിറ്റഡ് referred to as species niche.
അല്ലെ? ഒരു ജീവിവർഗത്തിന്റെ, ശ്രദ്ധിച്ചിരിക്കുക, ഒരു ജീവിവർഗത്തിന്റെ ആവാസ വ്യവസ്ഥയുടെ പ്രവർത്തന സവിശേഷതകളെയാണ് എന്ത് വിളിക്കുന്നത്? നിച്ച് എന്ന് വിളിക്കുന്നത്. അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. Another such example to the vegetation of the forest. The forest can a large number of plant species as they occupy different niches. The tall trees, short trees, shrub, bushes, grasses, their height vary and they differ in their requirement for sunlight and nutrients and so they can live survive. എന്താണ് നോക്കിക്കേ, നമ്മളൊരു വനം എടുത്തു കഴിഞ്ഞാൽ ആ വനത്തിൽ സസ്യജാലങ്ങളുണ്ട്, ഉയരമുള്ളതുണ്ട് അല്ലെ? അതായത് നല്ല ഷോർട്ട് ട്രീസ് ഉണ്ട്, ടാൾ ട്രീസ് ഉണ്ട്, ഷർബ്സ് കുറ്റിച്ചെടികളുണ്ട് അല്ലെ? ബുഷസ് വളരെ കുഞ്ഞായിട്ടുള്ള എന്താണ് ബുഷസ് ഉണ്ട് അല്ലെ? ഗ്രാസസ് ഉണ്ട് അല്ലെ? പുല്ലുകളുണ്ട്. ഇതെല്ലാം എങ്ങനെയാണ് ആ വളരുന്നതിനാൽ അവയ്ക്കെല്ലാം എന്താണ് ആ ജാലങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും? സ്വാധീനിക്കാനായിട്ട് കഴിയും എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് വനത്തിലെ സസ്യജാലങ്ങൾ, ഉയരമുള്ള മരങ്ങൾ, അതുമാത്രമല്ല ചെറിയ ചെറിയ കുറ്റിച്ചെടികൾ, പിന്നെ എന്താണ് വ്യത്യസ്ത ഇടങ്ങളിൽ വളരുന്നതിനാൽ വനത്തിൽ എന്താണ് ധാരാളം സസ്യജാലങ്ങൾ. അപ്പൊ ഇതെല്ലാം വനത്തിലാണ് അല്ലെ? ഈ ചെടികളെല്ലാം ഉള്ളത് വനത്തിലാണ്, ഒരു ഫോറസ്റ്റിലാണ് ഉള്ളത്. ശ്രദ്ധിച്ചിരിക്കാം. 1 മിനിറ്റ്. Okay, sorry. Okay, another such example is the vegetation is the forest. The forest can support a large number of plant species as they occupy different niches. The two tall trees, short trees, shrubs and bushes and grasses. എന്തൊക്കെയാണ് നോക്കിക്കേ, ഒരുപാട് തരത്തിലുള്ള എന്താണ് ചെറിയ ചെറിയ വൃക്ഷങ്ങളും അതുമാത്രമല്ല വലിയ വൃക്ഷങ്ങളും, പൊക്കമുള്ള വൃക്ഷങ്ങളും പൊക്കം കുറഞ്ഞതും കുറ്റിച്ചെടികളും, ഇങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്സിലുള്ള ധാരാളം ജീവജാലങ്ങളും അതുപോലെയുള്ള സസ്യങ്ങൾ എവിടെ കാണുന്നുണ്ട്? ഒരു ഫോറസ്റ്റിനുള്ളിൽ കാണാൻ കഴിയുന്നുണ്ട്. അടുത്ത നോക്കിക്കേ, അഡാപ്ഷൻ. എന്താണ് അഡാപ്ഷൻ എന്ന് പറയുന്നത്? അഡാപ്റ്റ് ചെയ്യുക, നീ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്ത കുട്ടിയാണ്, അല്ലെങ്കിൽ അഡാപ്ഷൻ സ്വീകരിച്ചതാണ് എന്നൊക്കെ പറയുന്ന കാരണം എന്താണ്? എവരി ഓർഗാനിസം is suited live in particular habitat. അല്ലെ? എല്ലാ ജീവജാലങ്ങൾക്കും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു എന്തുണ്ട്? ആവാസ വ്യവസ്ഥയുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയുണ്ട് അല്ലെ? ആ ആവാസ വ്യവസ്ഥയാണ് എന്ത് വിളിക്കുന്നത്? അഡാപ്ഷൻ. അതുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവര് അഡ്ജസ്റ്റഡ് ആയി പോകുന്നുണ്ട്. നമുക്കറിയാം കോക്കനട്ട് ട്രീ അല്ലെ? കോക്കനട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ തെങ്ങ് അല്ലെ? തെങ്ങ് എവിടെയാണ്? ഗ്രോയിങ് ഇൻ വാട്ടർ. വെള്ളത്തിൽ എന്ത് ചെയ്യും? അത് വളരും അല്ലെ? ഗ്രോയിങ് ഇൻ വാട്ടർ, വെള്ളത്തിൽ വളരുന്നത് പോലെയും. വാട്ടർ ഇൻ വൈൽ ക്യാമൽ ഈസ് അഡാപ്റ്റഡ് ഫോർ ലൈഫ് ഡെസേർട്ട്. നമ്മുടെ മരുഭൂമിയിൽ ഒട്ടകം വളരുന്നത് പോലെയും ഒക്കെ എന്താണ്? അത് അവരുടെ അഡാപ്ഷൻ ആണ് അല്ലെ? അവർക്ക് ജീവിക്കാനുള്ള അത് മതി അല്ലെ? അവർക്ക് ആ ഒരു ലൈഫുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ആവാസ വ്യവസ്ഥയായിട്ട് അവർ അഡ്ജസ്റ്റഡ് ആണ്. തെങ്ങ് വെള്ളത്തിൽ വളരുന്നത് പോലെയും ഒട്ടകം എവിടെ വളരുന്നത് പോലെയും നമ്മുടെ മരുഭൂമിയിൽ വളരുന്നത്. അതുകൊണ്ടാണ് മരുഭൂമിയിൽ കപ്പൽ എന്നറിയപ്പെടുന്നത്. മരുഭൂമിയിൽ വളരുന്നത് പോലെയും അല്ലെ? അതുമായിട്ട് ആ ലൈഫുമായിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അഡാപ്ഷൻ ആണ്. അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ അവർക്ക് കഴിയുന്നുണ്ട്. ആൻഡ് അഡാപ്ഷൻ ഈസ് ദസ് the appearance or behavior or structure or mode of life of an organism that allows it to survive in a particular environment. ശ്രദ്ധിച്ചിരിക്കുക, an adaptation of these appearance of behavior or structure or mode of life of organism that allows and survive in a particular environment. കിട്ടുന്ന എൻവറോൺമെന്റിൽ അല്ലെങ്കിൽ കിട്ടുന്ന എൻവറോൺമെന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? അഡാപ്ഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? കിട്ടുന്ന എൻവറോൺമെന്റിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ലൈഫ് അല്ലെങ്കിൽ എന്താണ് അഡ്ജസ്റ്റ് ചെയ്ത് അതുമായിട്ട് സ്വാംശീകരിച്ച് ജീവിക്കുന്നത്. അതിനെയാണ് അഡാപ്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ തെങ്ങ് എവിടെ വീഴുന്നത്? നമ്മുടെ വെള്ളത്തിൽ വീണ് അവിടെ നിന്ന് പൊടിച്ച് വളരുന്നത് പോലെയും മരുഭൂമിയിലെ നമ്മുടെ ഒട്ടകം നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു? അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതും ഒക്കെ എന്താണ്? ഒരു അഡാപ്ഷൻ ആയിട്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് അല്ലെ? ദ അപ്പിയറൻസ് ഓഫ് ബിഹേവിയർ
or structure or mode of life of organism that allows in survive a particular environment. നിശ്ചിതമായ particular ആയിട്ടുള്ള ഒരു പരിസ്ഥിതിയിൽ ഇവ ജീവിച്ച് വാഴുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മുടെ അഡാപ്ഷൻ എന്ന് വിളിക്കുന്നത്. പ്രസൻസ് ഓഫ് ഗിൽസ് ആൻഡ് ഫോർ എക്സാമ്പിൾ അഡാപ്ഷൻ ഫിഷ് അക്യൂർഡ് ഹാബിറ്റഡ്. ചില ഫിഷ്, ചില മത്സ്യങ്ങൾക്ക് അവയുടെ ചുണ്ടും അതുപോലെ തന്നെ അവയുടെ എന്തൊക്കെയാണ് ആപ്റ്റ് ആയിട്ടുള്ള കുറെ എന്തുണ്ട് ചിറകുകളും അല്ലെ, ഗിൽസ് എന്ന് പറഞ്ഞ ചിറകുകളൊക്കെ അവർക്ക് എന്താണ് അവർക്ക് അക്യോട്ടിക് ആയിട്ടുള്ള ഹാബിറ്റേറ്റ് ആണ്, വെള്ളത്തിലൂടെ പോകാനുള്ള അവരുടെ ഹാബിറ്റ് ആണ് അല്ലെ. ചിറകുകൾ അടിച്ച് അല്ലെങ്കിൽ ചികിളപ്പൂക്കൾ വഴി അവർ ശ്വസനം എടുത്തുകൊണ്ടൊക്കെ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഫിഷിന്റെ പ്രത്യേകതയാണ്. അക്യൂട്ടിങ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, എത്രയോ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എവിടെ ജീവിക്കുന്നു? വെള്ളത്തിൽ ജീവിക്കുന്നുണ്ട് അല്ലെ. ഫ്ലവറിംഗ് പ്ലാന്റ്സ് നാം ചിന്തിക്കും അത് ചീത്തയാകി പോകില്ലേ, അത് നശിച്ചു പോകും. ഇല്ല, ആമ്പല് അതുപോലെ തന്നെ താമര, ലോട്ടസ് ഇവയൊക്കെ എവിടെ വളരുന്നത്? പായല്, കണ്ടൽ ചെടികൾ ഇവയെല്ലാം എവിടെയാ വളരുന്നത്? നമ്മുടെ വെള്ളത്തിലാണ്. അതുമായിട്ട് അത് അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതിന് ഇനി ഒരു പ്രശ്നവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. പിന്നെ ആബ്സെൻസ് ഓഫ് വുഡ് ഫോർമേഷൻ, ഹൈലി റെഡ്യൂസ് റൂട്ട് സിസ്റ്റം ഇൻ അഡാപ്ഷൻ അക്യൂട്ടിക് എന്ന് പറയും. ഇവർക്ക് നല്ല പോലെയുള്ള വേരുകൾ എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം വലിച്ചെടുക്കുന്നതിനും അത് മാത്രമല്ല വെള്ളത്തിൽ കിടക്കാനുള്ള നല്ല പോലെ എന്തുണ്ട്? റൂട്ടിംഗ് സിസ്റ്റം ഉണ്ട്. അത് അവരുടെ അഡാപ്ഷൻ ആണ്. Adaptation can be observed structure, behavior, physiology in organism. Adaptation have a genetic basis of the evolved preferred through evolutionary process. ഒരു ജനറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ആണ് എന്തെന്ന് പറയുന്നത്? അഡാപ്ഷൻ എന്ന് പറയുന്നത്. നോക്കിക്കേ, തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട് ഷേപ്പ് ഓഫ് ബേർഡ്സ് suited to the kind of food it needs procure. നോക്കിക്കേ ഫിഗർ 25.5a നോക്കിക്കേ, ഒരു കിളിയാണ് അല്ലെ, അല്ലെങ്കിൽ ഒരു ബേർഡാണ്. ആ ബേർഡിന് എന്താ സംഭവിക്കുന്നത്? ആ ബേർഡിന് സൂട്ടായിട്ടുള്ള ബീക്കുണ്ട്. ബീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊക്കുണ്ട് അല്ലെ, അതിന് ചുണ്ടുണ്ട്. അത് എങ്ങനെയാ കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ, നല്ല വൃത്തിക്ക് നീളമുള്ള ഒരു എന്തുണ്ട്? ഒരു ചുണ്ടുണ്ട്. രണ്ടാമത് ദ തിക്നെസ് ഓഫ് തിന്നേഴ്സ് ഫോർ ഡിപ്പെൻഡ്സ് ഓൺ എലിമിനേറ്റ് ഇൻ വിച്ച് അനിമൽ ലൈവ്സ്. നല്ല എന്തുണ്ട്? തിക്നെസ് ഉണ്ട്, കട്ടിയുണ്ട്. പ്രസൻസ് ഓഫ് ഫെദേഴ്സ് ആൻഡ് വിങ്സ് ബേർഡ്സ് മൂവ്മെന്റ് ഇൻ എയർ. നല്ല പോലെയുള്ള ഫെദേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല പോലെയുള്ള ചിറകുകൾ അല്ലെ, അത് ഉള്ളത് കൊണ്ട് മൂവ്മെന്റ് ഇൻ എയറിൽ എന്ത് ചെയ്യാം? മൂവ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത് പ്രസൻസ് ഓഫ് തോൺസ്, ലീവ്സ് ആൻഡ് സ്റ്റെംസ് ഫോർ പ്രൊട്ടക്ഷൻ ഫ്രം ബിഹേവിയേഴ്സ്. 25ന്റെ ബിയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, തോൺസ് ആൻഡ് ലീവ്സ് ആൻഡ് സ്റ്റെംസ് പ്രൊട്ടക്ഷൻ. ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റെംസും അതുപോലെ തന്നെ ലീവ്സും ഒക്കെ എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്ഷൻ. പിന്നെ നല്ല പരന്ന എന്താണ്? ചില ചുണ്ടുകൾ ഇവർക്കുണ്ട്. അത് കാരണം എന്താണ്? നല്ല പോലെ അവർക്ക് ഇര പിടിക്കാനൊക്കെ സാധിക്കും. ഇതെല്ലാം ഒരു അഡാപ്ഷൻ മെത്തേഡാണ്. മനസ്സിലാവുന്നുണ്ട്? ബീക്ക് എന്ന് പറയുമ്പോൾ അവരുടെ ബീക്ക് നല്ല പോലെ എന്താണ്? വിങ്സ്, ബേർഡ്സ് ആൻഡ് മൂവ്മെന്റ് ഇൻ എയർ. നോക്കിക്കേ, അടുത്ത പോയിന്റ് നോക്കി, പ്രസൻസ് ഓഫ് ത്രോൺസ്, ലീവ്സ് ആൻഡ് സ്റ്റെംസ് പ്രൊട്ടക്ഷൻ ഫ്രം ഹെർബിയോസ് അല്ലെ. മറ്റ് ജീവജാലങ്ങളിൽ നിന്നൊക്കെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? സംരക്ഷിക്കുന്ന തരത്തിലുള്ള എന്തുണ്ട്? അവർക്ക് ചുണ്ട് അല്ലെങ്കിൽ എന്താണ്? ബീക്ക് ഇവർക്ക് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതൊക്കെ ഒരു തരത്തിലുള്ള അഡാപ്ഷൻ എന്നാണ് പറയുന്നത്. ഇനി സ്പീഷീസ് എന്താണ്? സ്പീഷീസ്, ഇഫ് യു ബ്രിങ് സൺഫിഷ് ഫ്രം 2 different ponds and put them together is one pond. മനസ്സിലായോ അല്ലെ? പോണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? കുളങ്ങളിൽ അല്ലെ, കുളങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ജീവിക്കുന്നുണ്ട്. ഇഫ് യു ക്യാൻ ഇൻഹെറിറ്റ്, സോ ബോത്ത് പോപ്പുലേഷൻ സൺഫിഷ് ബിലോങ് ടു വൺ സ്പീഷീസ്. എ സ്പീഷീസ് ഇസ് ഡിഫൈൻഡ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം. സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫൈൻഡ് എന്ന് പറയും. സ്പീഷീസ് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം, ഒരു കൂട്ടം എന്താണ്? ജീവജാലങ്ങൾ വിച്ച് ക്യാൻ ഇന്റർബേർഡ് ആൻഡ് റീപ്രൊഡ്യൂസ് സക്സസ്ഫുള്ളി. എവിടെ ജീവിക്കുന്നുണ്ട്? നല്ല രീതിയിൽ പ്രത്യുൽപാദനവും നടത്തി, അത് മാത്രമല്ല നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? സഹകരിച്ച് ജീവിക്കുന്നതിന്, സക്സസ്ഫുള്ളി വിജയകരമായി ജീവിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ആ കാറ്റഗറിനെയാണ് എന്ത് വിളിക്കുന്നത്? സ്പീഷീസ് എന്ന് വിളിക്കുന്നത്. ദീസ് ഓർഗാനിസം മേ ബി സെപ്പറേറ്റഡ് ഇൻ സ്പേസ് ആൻഡ് ടൈം ടു സ്മാളർ ഗ്രൂപ്പ്സ് കാൾഡ് പോപ്പുലേഷൻ. ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സെപ്പറേറ്റ് ആയിട്ട് സ്പേസ് കണ്ടെത്തുന്നുണ്ട്. അവിടെ സ്മാളർ ഗ്രൂപ്പ്സ് ആയിട്ട് ജീവിക്കുന്നു. അതിനെ എന്ത് വിളിക്കുന്നു? പോപ്പുലേഷൻ എന്ന് വിളിക്കുന്നു. For example, human population live in different geographical areas, but all belongs to the species Homo sapiens. ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാവും. സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫൈൻഡ് ഗ്രൂപ്പ്സ് ആണ് അല്ലെ, ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ആണ്. ജീവജാലങ്ങളുള്ള ഒരു ഓർഗാനിസത്തെയാണ് എന്ത് വിളിക്കുന്നത്? ജീവജാലങ്ങളുള്ള ഒരു കൂട്ടം ഓർഗാനിസത്തെയാണ് എന്ത് വിളിക്കുന്നത്? സ്പീഷീസ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഇതെങ്ങനെയാണ്? അവരുടെ റീപ്രൊഡ്യൂസിംഗ് സിസ്റ്റം എല്ലാം സക്സസ്ഫുള്ളി നടക്കുന്നുണ്ട്. ദീസ് ഓർഗാനിസം, ഈ ഓർഗാനിസം മേ ബി സെപ്പറേറ്റഡ് സ്പേസ് ഇൻറ്റു ടൈം ഇൻറ്റു സ്മാളർ ഗ്രൂപ്പ്സ് കാൾഡ് പോപ്പുലേഷൻ. മനസ്സിലാവുന്നുണ്ടോ? അവരെങ്ങനെയാണ് ഒരു സ്ഥലത്ത് മാറി എന്ത് ചെയ്യുന്നു? ഒരു കൂട്ടം ആൾക്കാരുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മാറി ജീവിക്കുന്നു. അതിനെയാണ് പോപ്പുലേഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നത്? ഫോർ എക്സാമ്പിൾ, ഹ്യൂമൻ പോപ്പുലേഷൻ ലൈവ് ഇൻ ഡിഫറെന്റ് ജോഗ്രഫിക്കൽ ഏരിയാസ്.
പല തരത്തിലുള്ള എന്താണ് നമ്മുടെ ഹ്യൂമൻ ബീയിങ് തന്നെ എങ്ങനെയാണ് ഓരോ ജിയോഗ്രഫിക് ഏരിയാസിൽ പോയി എന്താണ് സെറ്റിൽ ചെയ്ത് ജീവിക്കുന്നത് കണ്ടിട്ടില്ലേ? നമ്മൾ അങ്ങനെയല്ലേ ജീവിക്കുന്നത്? നമ്മൾ എന്ത് പേരിൽ അറിയപ്പെട്ടത്? പണ്ട് നമ്മൾ ആരായിരുന്നു? നമ്മുടെ ആൻസെസ്റ്റേഴ്സ് ആരായിരുന്നു? ഹോമോസാപ്പിയൻസ്. മനസ്സിലാവുന്നുണ്ടോ? ഹോമോസാപ്പിയൻസ് ആണ് നമ്മുടെ സ്പീഷീസ് ആയിട്ട് എന്ത് ചെയ്യുന്നത് കണക്കാക്കുന്നത്. നിയാൻഡർതാൽ, ഹോമോസാപ്പിയൻസ്, അസ്ട്രോപിത്തക്കസ് എന്നൊക്കെ പറഞ്ഞ് കുറെ ഉണ്ട്. ഇതിൽ ഹോമോസാപ്പിയൻസ് ആണ് നമ്മുടെ എന്താന്ന് പറയുന്നത് നമ്മുടെ പൂർവികർ എന്ന് അറിയപ്പെടുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പൊ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടം ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? റീപ്രൊഡക്ഷൻ ചെയ്തും ഒക്കെ എന്താണ് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ജീവിക്കുന്ന ഒരു ഗ്രൂപ്പ്സ് ആയിട്ട് ജീവിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? സ്പീഷീസ് എന്ന് വിളിക്കുന്നത്. ആ സ്പീഷീസ് ഒരു സ്മോളർ ഗ്രൂപ്പായി വസിക്കുന്നതിനെയാണ് പോപ്പുലേഷൻ എന്ന് വിളിക്കുന്നത്. ആ പോപ്പുലേഷൻ തന്നെയാണ് ഡിഫറെന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പല ജോഗ്രഫിക്കൽ ഏരിയാസിൽ എന്ത് ചെയ്യുന്നത് നമ്മൾ ജീവിക്കുന്നുണ്ട്. നമ്മുടെ പൂർവികർ എന്ന് പറയുന്നത് ഹോമോസാപ്പിയൻസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ പറഞ്ഞ പോപ്പുലേഷൻ തന്നെയാണ് താഴെ കൊടുത്തിട്ടുള്ള ഒരു ഡിഫൈൻഡ് ആയിട്ട് ഒരു ഗ്രൂപ്പ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ജീവിക്കുന്നുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോപ്പുലേഷൻ ഏതൊക്കെയാണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോപ്പുലേഷൻ, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, ജനസാന്ദ്രത, അല്ലെ? പിന്നെ എന്താണ്? നാറ്റലിറ്റി, നേറ്റീവ് പ്രൈസ് എന്നൊക്കെ പറയില്ലേ? അതായത് ബർത്ത് റേറ്റ്. എന്താണ് നാറ്റലിറ്റി എന്ന് പറഞ്ഞാൽ ബർത്ത് റേറ്റ് ആണ്. ഇനി മോർട്ടാലിറ്റി, അല്ലെ? ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ ജനന നിരക്ക്. മോർട്ടാലിറ്റി, ഡെത്ത് റേറ്റ്, മരണനിരക്ക്. പിന്നെ ഡിസ്പേഴ്സൽ എന്ന വിടവാങ്ങൽ. പിന്നെ എന്താണ്? ബയോട്ടിക് പൊട്ടൻഷ്യൽ, ഏജ് ഡിസ്ട്രിബ്യൂഷൻ, നമ്മുടെ ഏജ് വയസ്സിന്റെ ക്രമാനുഗത. പിന്നെ ഡിസ്പേഴ്സൺ ആൻഡ് ഗ്രോത്ത് ഫ്രം. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് പോപ്പുലേഷന്റെ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ പെർ യൂണിറ്റ് ഏരിയ. എത്ര ആൾക്കാരാണ് ഒരു യൂണിറ്റ് ഏരിയയിൽ വസിക്കുന്നത്? മനസ്സിലാവുന്നുണ്ടോ? അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. ഇതൊരു സ്ഥലമാണെങ്കിൽ, ഒരു സ്ക്വയർ ആണെങ്കിൽ ഈ സ്ഥലത്തിനുള്ളിൽ എത്ര പേര് എന്ത് ചെയ്യുന്നുണ്ട് പെർ യൂണിറ്റ് ഏരിയയിൽ എന്ത് ചെയ്യുന്നുണ്ട് ജീവിക്കുന്നുണ്ട്? അതിനെ എന്ത് വിളിക്കുന്നുണ്ട്? നമ്മൾ ഡെൻസിറ്റി എന്ന് വിളിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയയിൽ എത്ര പേര് ജീവിക്കുന്നുണ്ട്. ഇനി അടുത്ത അതിലേതൊക്കെയാണ് പറയുന്നത്? നമുക്കറിയാം ഈ കൗണ്ടിങ് ഹ്യൂമൻ പോപ്പുലേഷൻ, മനുഷ്യന്റെ ഹ്യൂമന്റെ പോപ്പുലേഷൻ ഒക്കെ നമ്മൾ കണക്കാക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് കണക്കാക്കുന്നത്? സെൻസസിലൂടെയാണ് കണക്കാക്കുന്നത്, അല്ലെ? എങ്ങനെയാണ് കണക്കാക്കുന്നത്? സെൻസസിലൂടെയാണ് കണക്കാക്കുന്നത്. 10 വർഷം കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സെൻസസ് എടുക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്? 10 വർഷം കൂടുമ്പോഴാണ് നമ്മൾ സെൻസസ് എടുക്കുന്നത്. ഇൻ സെൻസസ് ഹവർ ഈച്ച് ഇൻഡിവിജ്വൽ ഫിസിക്കലി കൗണ്ടഡ്. എങ്ങനെയാണ് ആൾക്കാരുടെ ഫിസിക്കലി കൗണ്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സെൻസസ് എടുക്കുന്നുണ്ട്. അപ്പം ശ്രദ്ധിച്ചിരിക്കുക. എന്താണ് ഡെൻസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ പെർ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ജനസാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി എന്ന് അറിയപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എത്ര വർഷം കൂടുമ്പോഴാണ് നമ്മൾ സെൻസസ് എടുക്കുന്നത്? 10 വർഷം കൂടുമ്പോഴാണ്. പിന്നെ ഈ അളക്കുന്നത് എങ്ങനെയാണ്? സെൻസസ് വഴിയാണെന്നാണ് നമ്മൾ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ബർത്ത് റേറ്റ് ഓർ നാറ്റലിറ്റി. നാറ്റലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റേറ്റ് ഇൻ വിച്ച് ന്യൂ ഇൻഡിവിജ്വൽ are born and added to population under given environmental condition is called natality. എന്താണ്? ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കുട്ടി ജനിക്കുകയാണല്ലോ. ജനന നിരക്ക് നമ്മൾ പറയുന്നത് എന്താണ്? ബർത്ത് റേറ്റ് നിരക്ക് എന്ന് പറയും. ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനന നിരക്കാണ്, അല്ലെ? ദ റേറ്റ് അറ്റ് വിച്ച് ന്യൂ ഇൻഡിവിജ്വൽ ടു ബോൺ. ഒരു കുഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വരികയാണ്. ആഡഡ് ടു പോപ്പുലേഷൻ. ആ കുട്ടീനെ എന്തിലോട്ട് നമ്മൾ ആഡ് ചെയ്യും? പോപ്പുലേഷനിലോട്ട് ആഡ് ചെയ്യും. അണ്ടർ ഗിവൻ എൻവയോൺമെന്റ് കണ്ടീഷൻ ആൻഡ് കാൾഡ്. ഏത് പരിസ്ഥിതിയിലാണോ വന്ന് വീഴുന്നത് അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ബർത്ത് റേറ്റ് എന്ന് വിളിക്കുന്നത്. ജനന നിരക്ക് എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? ജനന നിരക്ക്. ഒരു കുഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്? ജനിച്ചു വീഴുന്നു. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ജനന നിരക്ക്. 1000 കുഞ്ഞുങ്ങളായിരുന്നു 1001 കുഞ്ഞുങ്ങളായിട്ട് മാറുന്നു എന്ന് പറയുന്നത് പോലെ ഒരു കുഞ്ഞ് വരുമ്പോൾ അതെന്താണ്? നിരക്ക് കൂടിക്കൊണ്ടേയിരിക്കും. എന്താണ്? ജനന നിരക്ക് കൂടുന്നുണ്ട്. അടുത്ത എന്താണ്? ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെത്ത് റേറ്റ് ഒരുപാട് കുഞ്ഞുങ്ങൾ ജനിക്കുന്നതോടൊപ്പം എന്തും ചെയ്തുകൊണ്ടിരിക്കുന്നു? മരിച്ചുകൊണ്ടിരിക്കുന്നു. അന്നിവിടെ ഒന്ന് വായിച്ചു വെച്ചിരുന്നാൽ മതി. ഡെത്ത് റേറ്റ് എന്ന് എന്താണ്? ലോസ് ഓഫ് ഇൻഡിവിജ്വൽ ഫ്രം പോപ്പുലേഷൻ ഡ്യൂ ടു ഡെത്ത് അണ്ടർ ദ ഗിവൻ എൻവയോൺമെന്റ് കണ്ടീഷൻ കാൾഡ് മോർട്ടാലിറ്റി. ഒരുപാട് പീപ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ പോലെ തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? മരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡെത്ത് റേറ്റ് എന്ന് വിളിക്കുന്നത്. മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മരണനിരക്ക് എന്ന് പറയുന്നത്. ലോസ് ഓഫ് ഇൻഡിവിജ്വൽ എന്ത് ചെയ്യുന്നു? ലോസ് ആകുന്നു, നഷ്ടപ്പെടുകയാണ്, അല്ലെ? ഇൻഡിവിജ്വൽ എന്താകുന്നു? ലോസ് ആകുന്നു. ആ പോപ്പുലേഷനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മുടെ മോർട്ടാലിറ്റി എന്ന് വിളിക്കുന്നത്. പെർ 1000 ഇയേഴ്സ്, 1000 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്? മോർട്ടാലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്? ആളുകൾ മരിക്കുന്നുണ്ട്. 1000 ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? മരിക്കുന്നുണ്ട്. ഓക്കെ. ഡിസ്പേഴ്സൺ എന്ന് പറയുന്നത് ദ മൂവ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ഓഫ് എ പോപ്പുലേഷൻ ഓഫ് എ റീജിയൻ ഓഫ് ദ പെർമനന്റ് ബേസിസ് ഇൻ ടേംഡ് എമിഗ്രേഷൻ. മനസ്സിലാവുന്നുണ്ടോ? ഇമിഗ്രേഷനും ഉണ്ട്, ഇമിഗ്രേഷനും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇമിഗ്രേഷനും ഉണ്ട്. അതുപോലെ തന്നെ മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വ്യക്തി സ്വന്തം രാജ്യം വിട്ട് മറ്റൊരു സ്ഥലത്ത് സ്ഥിരമാക്കാൻ പോകുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? മൈഗ്രേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു വ്യക്തി തന്റെ സ്ഥലം വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതിനെയാണ് മൈഗ്രേഷൻ എന്ന് വിളിക്കുന്നു. ഇനി ഇമിഗ്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? എമിഗ്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതാണ് കുടിയേറ്റം എന്ന് പറയുന്നത്. ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? കുടിയേറ്റം.
ഇമിഗ്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? റിഫേഴ്സ് ന്യൂ മൂവ്മെന്റ് ഇൻഡിവിജ്വൽ ഇൻടു ന്യൂ ഇറ. കുറെ ആൾക്കാർ നമ്മുടെ ഇവിടേക്ക് വന്ന് താമസിക്കുന്നതിനെ ഇമിഗ്രേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായി? മറ്റത് എമിഗ്രേഷൻ ആണ്. രണ്ടും മാറിപ്പോരുത്. ദ മൂവ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ഓഫ് പോപ്പുലേഷൻ ഈസ് ഔട്ട്. കുറച്ച് ആൾക്കാർ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? മാറി താമസിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? എമിഗ്രേഷൻ അല്ലെങ്കിൽ മൈഗ്രേഷൻ എന്നൊക്കെ പറയുന്നത്. ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ടു ന്യൂ ഇറ, ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നു? വന്ന് താമസിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ എന്തെന്ന് വിളിച്ചു? ഇമിഗ്രേഷൻ എന്ന് വിളിക്കുന്നത്. ഇമിഗ്രേഷനും എമിഗ്രേഷനും. ഓക്കെ, ഇനി നോക്കിക്കേ. ദ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ദസ് ബേസിക്കലി ഡിപ്പെൻഡ്സ് ഓൺ 4 ഫാക്ടേഴ്സ്. എത്ര ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ഡെൻസിറ്റി പോപ്പുലേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ബേസിക്കലി ഡിപ്പെൻഡ് ചെയ്യുന്നത്. എത്രയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ജനന നിരക്ക്, മരണനിരക്ക്, കുടിയേറ്റം, എന്താണ്, പിന്നെ ഇങ്ങോട്ട് ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞ രാജ്യം വിട്ട് എന്ത് ചെയ്യുന്നു? പോകുന്നതും ഉണ്ട്, ഇങ്ങോട്ടേക്ക് വരുന്നതും ഉണ്ട്, അല്ലെ? അതാണ് പറഞ്ഞത് നാറ്റലിറ്റി, പിന്നെ മോർട്ടാലിറ്റി, ഇമിഗ്രേഷൻ ആൻഡ് എമിഗ്രേഷൻ. ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കാം. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡെൻസിറ്റി ഫ്ലോ ചാർട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? പിന്നെ ഏജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ പോപ്പുലേഷൻ ഇൻക്ലൂഡ് ഇൻഡിവിജ്വൽ ഓൾ ഓഫ് ആൾ ഗ്രൂപ്പ്സ്. Age distribution refers to proportion of individual different age groups in population. The population may be broadly divided into 3 age groups. Age distribution എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ പോപ്പുലേഷൻ ഇൻക്ലൂഡ് ഇൻഡിവിജ്വൽസ് ഓൾ ഏജ് ഗ്രൂപ്പ്സ്. പല ഏജിലുള്ള ആൾക്കാരും ഉണ്ട്, അല്ലെ? ഏജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? പല വയസ്സിലുള്ളവരുണ്ട്, കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ പ്രായം ചെയ്യുന്നവരവരുണ്ട് ഏജ് ഡിസ്ട്രിബ്യൂഷനിൽ. അവരെങ്ങനെയാണ്? ഇൻഡിവിജ്വൽ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ്സ് ഇൻ പോപ്പുലേഷൻ. പല രീതിയിലുള്ള എന്താണ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യകൾ എവിടെയുണ്ട്. ദ പോപ്പുലേഷൻ മേ ബി ബ്രോഡ്ലി ഡിവൈഡ് ഇൻടു 3 ഏജ് ഗ്രൂപ്പ്സ്. എത്രയാണുള്ളത്? 3 ആയിട്ട് തിരിക്കുന്നുണ്ട്. പ്രീ റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പ്, റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പ്, മോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പ്. നോക്കിക്കേ, പ്രീ റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പ്. പ്രീ റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? കംപ്രൈസിംഗ് ഓഫ് ജുവനൈൽ ഇൻഡിവിജ്വൽ ഓർ ചിൽഡ്രൻ. കുഞ്ഞുങ്ങളെ, അല്ലെ? പ്രീ പ്രൊഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ അവർക്ക് റീപ്രൊഡക്ഷൻ സിസ്റ്റം ഒക്കെ ഉണ്ട്. ഇപ്പൊ ചെയ്യാൻ കഴിയോ? ഇല്ല. പ്രീ റീപ്രൊഡക്റ്റീവ് ആണ്, അല്ലെ? പ്രത്യുൽപാദനത്തിന് മുന്നാണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കഴിയില്ല. അപ്പൊ അവരെ എന്താണ് പറയുന്നത്? കംപ്രൈസിംഗ് ഓഫ് ജുവനൈൽ ആൻഡ് ഇൻഡിവിജ്വൽ ഓർ ചിൽഡ്രൻ. അവർ കുഞ്ഞുങ്ങളാകാം, അല്ലെ? ജുവനൈൽ ആകാം, ചിൽഡ്രൻസും ആകാം, കുട്ടികളും ആകാം. ഇനി റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പ് പ്രത്യുൽപാദനത്തിന് ശേഷിയുള്ള, അല്ലെ? കംപ്രൈസിംഗ് ആൻഡ് ജുവനൈൽ കൺസിസ്റ്റിംഗ് ഓഫ് ഇൻഡിവിജ്വൽ കേപ്പബിൾ റീപ്രൊഡക്ഷന് കേപ്പബിൾ ആയിട്ടുള്ളവരെ എന്ത് വിളിക്കുന്നു? റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു. ഇനി പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പ് എന്തൊക്കെയാണ്? കണ്ടെയ്ൻസ് ഏജ്ഡ് ഇൻഡിവിജ്വൽ ഹു ആർ ഇൻകേപ്പബിൾ ഓർ റീപ്രൊഡക്ഷൻ. പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏജ്ഡ് ഇൻഡിവിജ്വൽസ് ആണ്. മനസ്സിലായോ? ഏജ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആണ് ഹു ആർ ഇൻകേപ്പബിൾ ഓർ റീപ്രൊഡക്ഷൻ. അവർക്കും ഇൻകേപ്പബിൾ ആണ് റീപ്രൊഡക്ഷൻ. മനസ്സിലായോ? പ്രീ ഉണ്ട്, റീപ്രൊഡക്റ്റീവ് ഉണ്ട്, പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഉണ്ട്. ക്ലിയർ അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി സെക്സ് റേഷ്യോ. എന്താണ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്? സെക്സ് റേഷ്യോ ഇസ് ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് പോപ്പുലേഷൻ. പോപ്പുലേഷന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. ഇത് ആരൊക്കെ തമ്മിലുള്ള? സ്ത്രീ പുരുഷ അനുപാതം, അല്ലെ? സ്ത്രീ അല്ലെങ്കിൽ ഫീമെയില്, അത് മാത്രമല്ല മെയില്, ഇങ്ങനെയുള്ള ആ അനുപാതത്തെയാണ് സെക്സ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. ഇറ്റ് റിഫേഴ്സ് ടു ദ റേഷ്യോ ബിറ്റ്വീൻ ഫീമെയിൽ ആൻഡ് മെയിൽ ഇൻഡിവിജ്വൽ ഇൻ ദ പോപ്പുലേഷൻ. ക്ലിയർ? ഇനി പോപ്പുലേഷൻ ഗ്രോത്ത്. എന്താണ് പോപ്പുലേഷൻ ഗ്രോത്ത്? ദിവസം ചെല്ലും തോറും പോപ്പുലേഷൻസ് എന്ത് ചെയ്തുകൊണ്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? ദ ഗ്രോത്ത്, സ്റ്റെബിലിറ്റി ഓർ ഡിക്ലൈൻ ഇൻ നമ്പർ ഇൻഡിവിജ്വൽസ് ഇൻ എ പോപ്പുലേഷൻ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ റിലേഷൻഷിപ്പ് വിത്ത് ദ എൻവറോൺമെന്റ്, അല്ലെ? ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കും. ജനസംഖ്യയിൽ ഇപ്പോൾ 1ാം സ്ഥാനത്തുള്ള കൺട്രി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഇന്ത്യയാണ്, അല്ലെ? പോപ്പുലേഷൻ ഹാവ് ക്യാരക്ടർ പാറ്റേൺ ഗ്രോത്ത് വിത്ത് ടൈം. നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു ഗ്രാഫിക് റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട്. പോപ്പുലേഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ്, അല്ലെ? 2 ബേസിസ് ഫോംസ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് കർവ് ക്യാൻ ബി ഐഡന്റിഫൈഡ്. നോക്കിക്കേ, ജെ ഷേപ്ഡ് ഗ്രോത്ത് കർവ് ഉണ്ട്, എസ് ഷേപ്ഡ് ഗ്രോത്ത് കർവ് ഉണ്ട്. പല കാരണങ്ങൾ കൊണ്ട് ചില സമയത്ത് നമുക്ക് പോപ്പുലേഷൻ കുറയാം, ചില സമയത്ത് എന്തും ചെയ്യാം, ജനസംഖ്യയുടെ അളവ് എന്ത് ചെയ്യാം? കൂടാനും ചാൻസ് ഉണ്ട്. മനസ്സിലായോ? ഇതൊക്കെ ജസ്റ്റ് ഓർത്തു വെക്കാം. തൊട്ട് താഴെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ദ സ്റ്റഡി ഓഫ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം റിലേഷൻ ടു ദെയർ എൻവയോൺമെന്റ് ഇസ് കാൾഡ് സൈനക്കോളജി. മനസ്സിലായോ? എന്താണ് സൈനക്കോളജി എന്ന് പറഞ്ഞാൽ? സ്റ്റഡി ഓഫ് ഗ്രൂപ്പ്സ്. ഒരു ഗ്രൂപ്പ് എന്താണ്? ഓർഗാനിസത്തിനെ കുറിച്ച് പഠിക്കുന്ന ശാഖയാണ് സൈനക്കോളജി എന്ന് പറയുന്നത്. സൈനക്കോളജി എന്ന് പറയുന്നത് എന്താണ്? സൈനക്കോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഗ്രൂപ്പ് ഓർഗാനിസം ഇൻ റിലേഷൻ ടു ദെയർ എൻവയോൺമെന്റൽ ഈസ് കാൾഡ് സൈനക്കോളജി. ക്ലിയർ അല്ലേ? ഇതൊക്കെ ജസ്റ്റ് വായിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി എന്താണ് ബയോസ്ഫിയർ? എ തിൻ ലെയർ, നേർത്ത ലെയർ, അല്ലെ? നേർത്തയായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ തൊട്ടാൽ തന്നെ എന്ത് ചെയ്യും? പൊടിഞ്ഞു പോകുന്നത്, അങ്ങനെ ഒരു ടൈപ്പ്, അല്ലെ? നേർത്തമായ തിന്നായിട്ടുള്ള എ തിൻ ലെയർ ആൻഡ് എറൗണ്ട് ദ എർത്ത് വിച്ച് സസ്റ്റെയിൻ ഈസ് കാൾഡ് ബയോസ്ഫിയർ. നമ്മുടെ എർത്തിന് ചുറ്റും ഒരു തിൻ ലെയർ,
അല്ലെ നേരത്തെ പാളിയായിട്ട് കാണപ്പെടുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ബയോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ലൈഫ് എക്സിസ്റ്റ് ഇൻ ഡൈവേഴ്സ് ഇൻ ഫോംസ് ലിവിംഗ് ഓർഗാനിസം ഉണ്ട്. ഓൾ ദീസ് ലിവിംഗ് ഓർഗാനിസം ഓഫ് ദ ബയോസ്ഫിയർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഡിപ്പെൻഡ് ടു അനദർ ആസ് വെൽ ആസ് ഓഫ് ദ ഫിസിക്കൽ കമ്പോണൻസ് ടു എർത്ത്. എന്താണ്? ഡയറക്ട്ലി ആയും പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബയോസ്ഫിയർ എർത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് ദ എർത്ത്, ദ 3 ഫിസിക്കൽ കമ്പോണൻസ്. എത്രയാണ് ഫിസിക്കൽ കമ്പോണൻസ്? 3 എണ്ണമാണ്. ഏതൊക്കെയാണ്? അറ്റ്മോസ്ഫിയർ, ലിതോസ്ഫിയർ ആൻഡ് ഹൈഡ്രോസ്ഫിയർ. ഇപ്പം ബയോസ്ഫിയറിൽ ഉള്ളത് എന്തൊക്കെയാണ്? അറ്റ്മോസ്ഫിയർ അന്തരീക്ഷം അല്ലെ, ലിതോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ ശിലാമണ്ഡലം, ജൈവമണ്ഡലം എന്നൊക്കെ നമ്മൾ പറയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ബയോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്? ഭൂമിക്ക് ചുറ്റും ഒരു തിൻ ലെയർ ആയിട്ട് കാണപ്പെടുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ബയോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അവിടെ ലിവിങ് ഓർഗാനിസം ഉണ്ട്. ഡയറക്ട്ലിയും ഇൻഡയറക്ട്ലി എന്തുണ്ട്? കോണ്ടാക്ട് ഉണ്ട്. പിന്നെ നമ്മുടെ ബയോസ്ഫിയറിന് എത്രയായിട്ട് എന്താണ്? 3 ടൈപ്സ് ആണ്. ഏതൊക്കെയാണ്? ഫിസിക്കൽ കമ്പോണൻസിന് എത്ര എടുത്തിരിക്കുന്നുണ്ട്? നമ്മുടെ അറ്റ്മോസ്ഫിയർ, ലിതോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ. ഹൈഡ്രോസ്ഫിയറിൽ എന്തൊക്കെയാണ്? എയർ, ലാൻഡ്, വാട്ടർ. എയർ, ലാൻഡ്, വാട്ടർ. മനസ്സിലാവുന്നുണ്ടോ? ഇനി ദ അറ്റ്മോസ്ഫിയർ എന്തൊക്കെയാണ്? അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ദ അറ്റ്മോസ്ഫിയർ ഈസ് എ ഗ്യാസസ് എൻവലപ്പ് സറൗണ്ടിങ് ദ എർത്ത് സർഫേസ്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് nitrogen, oxygen, carbon dioxide and many other gases in very small amounts. മനസ്സിലാവോ? അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? അറ്റ്മോസ്ഫിയറിലുള്ള അന്തരീക്ഷമാണ് കേട്ടോ. അറ്റ്മോസ്ഫിയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അന്തരീക്ഷം. എന്തൊക്കെയാണ്? ഗ്യാസസ് എൻവലപ്പ് സറൗണ്ടിങ് ദ എർത്ത് സർഫേസ്. ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ്, നമ്മുടെ അന്തരീക്ഷം മെയ്ഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നിർമ്മിച്ചിരിക്കുന്നത് എന്തൊക്കെ കൊണ്ടാണ്? നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, മെനി അതർ ഗ്യാസസ്, മറ്റു വാതകങ്ങൾ കൊണ്ടോ വെരി സ്മാൾ എമൗണ്ട്സ് കൊണ്ടോ ഒക്കെയാണ് എന്ത് നമ്മുടെ അന്തരീക്ഷം എന്ത് ചെയ്തിരിക്കുന്നത്? നിർമ്മിച്ചിരിക്കുന്നത്. ഹൈഡ്രോസ്ഫിയറിൽ എന്തൊക്കെയാണുള്ളത്? ഇസ് ഓൾ ദ വാട്ടർ സപ്ലൈ ടു ദ എർത്ത്. വെള്ളത്തിന്റെ അംശമുള്ളതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഹൈഡ്രോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. എക്സസൻ ലിക്വിഡ് ആണ്, അതൊരു ദ്രാവക വ്യവസ്ഥയിലാണ്. വേപ്പർ ഫോർ ഫ്രോസൺ ഫ്രഷ് ആൻഡ് സാൾട്ട് വാട്ടർ. ശുദ്ധീകരിച്ച അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ ഉണ്ട്. അത് മാത്രമല്ല സാൾട്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപ്പ് വെള്ളം. നമ്മുടെ നദികളെല്ലാം ഒരുപാടുള്ളതാണ് അല്ലെ. അപ്പോൾ നദികളല്ല, കടൽ, സമുദ്രങ്ങൾ അല്ലെ, ഇവയെല്ലാം എന്താണ്? ഹൈഡ്രോസ്ഫിയറിലാണ് ഉൾപ്പെടുന്നത്. ലിതോസ്ഫിയർ എന്താണ്? ലിതോസ്ഫിയറിൽ എന്താണ്? കംപ്രൈസിങ് സോയിൽ ആൻഡ് റോക്ക് ഓഫ് ദി എർത്ത് ക്രസ്റ്റ്. ഭൂമിയുടെ പുറം തോടിൽ എന്താണ്? മണ്ണും പിന്നെ പാറയും ഒക്കെ ചേർന്നതാണ് എന്തെന്ന് വിളിക്കുന്നത്? ലിതോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? 1 വാതകങ്ങൾ അറ്റ്മോസ്ഫിയറില്, 2 ഹൈഡ്രോസ്ഫിയറിൽ വാട്ടർ ആണ്, വാട്ടർ കണ്ടന്റ് വേപ്പർ ആണ്, വെള്ളമാണ്. ലിതോസ്ഫിയറിൽ എന്താണ്? ഭൂമിയുടെ പുറന്തോടില് മണ്ണും പാറയും ചേർന്നതാണ് എന്നു വിളിക്കുന്നത്? ലിതോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. സിമ്പിൾ അല്ലേ? ബയോസ്ഫിയറിലുള്ള പാർട്ട് ഏതൊക്കെയാണ്? ലിതോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എക്കോസ്ഫിയറിനെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്കോസ്ഫിയർ സിഗൽ ടു എന്താണ്? ബയോസ്ഫിയർ പ്ലസ് ലിതോസ്ഫിയർ പ്ലസ് ഹൈഡ്രോസ്ഫിയർ പ്ലസ് അറ്റ്മോസ്ഫിയർ. ഓക്കെ, ഒരു പരിസ്ഥിതിയിൽ ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങളാണ്. ഇനി എക്കോസിസ്റ്റം എന്താണ്? എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എക്കോസിസ്റ്റം ഈസ് എ സെൽഫ് സസ്റ്റൈനിങ് യൂണിറ്റ് ഓഫ് നാച്ചർ. ഒരു നാച്ചുറൽ ഉണ്ടാകുന്ന ഒരു സസ്റ്റൈനിങ് യൂണിറ്റ് ആണ് എന്ന് പറയുന്നത് നമ്മുടെ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഫങ്ഷണലി ഇൻഡിപെൻഡന്റ് യൂണിറ്റ്. ഇതെന്താണ്? ഇൻഡിപെൻഡന്റ് ഒരു യൂണിറ്റ് ആണ്. where living organisms interact major themselves as well as with their physical environment. It nature two major categories: ecosystem, terrestrial and aquatic. മനസ്സിലാവുന്നുണ്ടോ? എക്കോസിസ്റ്റത്തിനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് ടെറസ്ട്രിയൽ ആൻഡ് അക്വാട്ടിക് എന്ന് വിളിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? നോക്കിയേ, ഫോറസ്റ്റ്, ഡെസേർട്ട് ആൻഡ് ഗ്രാസ് ലാൻഡ് എക്സാമ്പിൾസ് ഫോർ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം. ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിൽ ഏതൊക്കെയാണ് വരുന്നത്? ഫോറസ്റ്റ് വരാം അല്ലെ, ജൈവമായിട്ടുള്ള വനങ്ങള്, മരങ്ങള്, പച്ചപ്പുല്ലുകൾ, ഇതെല്ലാം ഇതിലാണ് വരുന്നത്? ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിലും. പോൺസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കുളങ്ങള്, ലേക്ക്, തടാകങ്ങള്, വെറ്റ്ലാൻഡ്സ്, തണ്ണീർത്തടങ്ങൾ, സാൾട്ട് വാട്ടർ, ഉപ്പുവെള്ളം, ഇതെല്ലാം അക്വാട്ടിക് സിസ്റ്റമാണ്. മനസ്സിലായോ? ടെറസ്ട്രിയലുണ്ട്. ടെറസ്ട്രിയൽ എന്താണ്? നമ്മൾ ജൈവപരമായിട്ടുള്ള സസ്യജാലങ്ങളെല്ലാം ഉള്ളത് ടെറസ്ട്രിയൽ ആണ്. അക്വാട്ടിക് എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവജാലങ്ങളാണ് അല്ലെ. അക്വാട്ടിക് ജീവജാലങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? വെള്ളത്തിനുള്ളിൽ. അക്വാട്ടിക് ആണ് അല്ലെ. ഇവയെല്ലാം എന്തെന്ന് പറയുന്നു? അക്വാട്ടിക്. പോണ്ടില്, അതുപോലെ തന്നെ ലേക്കില്, വെറ്റ്ലാൻഡിലൊക്കെ ജീവിക്കുന്ന ജീവജാലങ്ങളെല്ലാം നമ്മൾ എന്ത് ഉൾപ്പെടുത്തി പേര് പറയും? നമ്മൾ അക്വാട്ടിക് എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? ക്ലിയർ അല്ലേ? ക്രോപ്പ് ലാൻഡ്സ് ആണ് അക്വാട്ടിക്. അക്വേറിയം ഫോർ എക്സാമ്പിൾ, ഇതെല്ലാം എന്താണ്? അക്വേറിയം ഒക്കെ എന്താണ്? ഒരു എക്കോസിസ്റ്റം ആയിട്ട് നമുക്ക് പരിഗണിക്കാം. ഇനി ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ലിവിംഗ് ഓർഗാൻസ് ദെയർ എൻവയോൺമെന്റ് ക്യാൻ ബി സ്റ്റഡിഡ്. പുട്ട് വാട്ടർ ഇൻ ഹോൾ ഇൻ ട്രീ എക്കോസിസ്റ്റം. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, എന്തൊക്കെയാണ് എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ടായിട്ട് തിരിക്കുന്നത്. ടെറസ്ട്രിയൽ ഉണ്ട്. ടെറസ്ട്രിയൽ എന്ന് പറയുന്നത് വനങ്ങള്, പിന്നെ എന്തൊക്കെയാണ് ഉള്ളത്? അതില്
നമ്മള് ഗ്രാസ് ലാൻഡ്, പിന്നെ എന്താണ് നമ്മുടെ ഫോറസ്റ്റ്, ഡെസേർട്ട്, മരുഭൂമികൾ, ഇതെല്ലാം എന്തായിട്ട് വരുന്നു? നമ്മള് ടെറസ്ട്രിയൽ ആയിട്ടും. അക്യൂട്ടിക് എന്ന് പറയുന്നത് പോൺസിലും ലേക്സിലും ഒക്കെ വെറ്റ്ലാൻഡിലൊക്കെ ഉള്ള ജീവജാലങ്ങളെയൊക്കെ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ എന്ത് പറയുന്നു? അക്യൂട്ടിക് എന്ന് പറയുന്നുണ്ട്. ക്ലിയർ? സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ഘടകമല്ലേ? ഒന്ന് വായിച്ച് പഠിക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ എക്കോ സിസ്റ്റം വരെയാണ് നമ്മൾ കംപ്ലീറ്റ് നിർത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കുറച്ചുകൂടെ ബാക്കി കാര്യങ്ങളൂടെ എന്ത് ചെയ്യും? ഡിസ്ക്രൈബ് ചെയ്ത് പോകും. അല്ലാതെ വീഡിയോ വളരെ ലെങ്ത് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ആരും തന്നെ എന്ത് ചെയ്യില്ല, വീഡിയോ കാണുകയില്ല. നിങ്ങൾക്ക് തന്നെ ഒരു ബോറടിക്കും. നോട്ട് എഴുതിയെടുക്കാനൊക്കെ നിങ്ങൾക്ക് പ്രയാസം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് ബയോസ്ഫിയർ നോക്കി, എക്കോ സിസ്റ്റം ആക്കി, പിന്നെ എന്തൊക്കെയാണ്? സ്പീഷീസ് നോക്കി, പോപ്പുലേഷൻ നോക്കി, പിന്നെ നമ്മുടെ എൻവറോൺമെന്റിന് എന്താണ് അബയോട്ടിക്, അതുപോലെ തന്നെ ബയോട്ടിക്, നിശ്ചയ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ പറഞ്ഞ ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. അത്രയും ക്വസ്റ്റ്യൻ ആൻസർ നന്നായിട്ട് പഠിക്കാം. അതുപോലെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇവിടെ പരിചയപ്പെടുത്തി കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങൾ പഠിക്കുക, നിങ്ങളുടെ നോട്ട് എഴുതി വെച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പൊ വീണ്ടും ഒരു പുതിയ ക്ലാസ് വരെ കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.